ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു പുഡിംഗ് തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കാരമൽ തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കാരമൽ ഒരുപാട് ഡാർക്ക് കളർ ആവരുത്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിലേക്കാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഒരു കാരമൽ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരമൽ ചൂടോട് കൂടി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാരമൽ പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. അപ്പോൾ നമ്മുടെ കാരമൽ നല്ല കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് കാരമൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് അടർന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടോട് കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 2 മുട്ടയുടെ വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയും ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് ഈ മുട്ടയുടെ വെള്ള നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് മുട്ട ഇടുന്ന സമയത്ത് ബൗളിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. വിപ്പിംഗ് ക്രീമിനെല്ലാം ബീറ്റ് ചെയ്യുന്നത് പോലെ ഈ ഒരു മുട്ടയുടെ വെള്ള നല്ല ഹൈ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ള ഒട്ടും തന്നെ വെള്ളയില്ലാതെ ഹൈ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം പോലെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ക്രീമായി വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണിത്. ഈ ഒരു പൊടിച്ച പഞ്ചസാര നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നൊരു സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. ചെറുതായി ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യാതെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാര പുറത്തേക്ക് തെറിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടനെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഹൈ സ്പീഡിൽ വെച്ചിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പഞ്ചസാര മുട്ടയിൽ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നമ്മളിതിനെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മുട്ട ഞാനിവിടെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം പോലെയാണ് നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളം ഉള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് ഈ ഒരു മുട്ട ഇട്ട് കൊടുക്കാം. മുഴുവൻ മുട്ടയും ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മുഴുവൻ മുട്ടയും ഇട്ട് ഇതിനൊന്ന് ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ച് പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു റിങ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു മുട്ട വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ പുഡിങ് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഒരു ഫോയിൽ വെച്ച് അത് കവർ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടക്കും. പക്ഷേ ഈ ഒരു മുട്ട നമ്മൾ അങ്ങനെ അടക്കാൻ പാടില്ല. കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് ഈ മുട്ട നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മുട്ട നമ്മൾ അടച്ച് വെക്കണ്ട. അതേസമയം നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രം ഒരു അടപ്പ് വെച്ച് അടച്ചാൽ മതി. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു മുട്ട നന്നായിട്ട് വെന്ത് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, മുട്ട ഇപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു കാരമലെല്ലാം നമ്മുടെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പുഡിങ് ചെറുതായി ഒന്ന് താഴ്ന്നു വരും. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ ഈ ഒരു പുഡിങ് മുഴുവനായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്, എന്നാലും മുഴുവനായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പുഡിങ്ങിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. മാക്സിമം 1 മണിക്കൂർ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടും. കാരണം ഈ ഒരു പുഡിങ് സെറ്റാകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തണുത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.